ഹലോ ഫ്രണ്ട്സ്, ഹായ്. രണ്ടുപേര് സീറ്റ് ബെൽറ്റ് വയ്ക്കുക, രണ്ടുപേര് ഹെൽമെറ്റും ധരിക്കുക, മാസ്ക് എല്ലാവരും വയ്ക്കുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ, ഞാൻ ഇന്നലെ ചുടി ബോട്ടത്തിൽ ലേസ് വെച്ചിട്ട് ഭംഗിയാക്കിയത് കാണിച്ചില്ലേ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചുരിദാറിൻ്റെ ഇന്ന് കാണിക്കാമെന്ന്. അപ്പോൾ എൻ്റെ എല്ലാ ചുരിദാറുകളും ഞാൻ തയ്ച്ചതായാലും റെഡിമെയ്ഡ് അപൂർവമായിട്ട് ഞാൻ വാങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതായാലും ഞാൻ അതിൽ കുറച്ചും കൂടി മേക്ക് ഓവർ ചെയ്ത് അൾട്രേഷൻ ചെയ്ത് ഒരു വെറൈറ്റി ചുരിദാറാക്കി മാറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ചുരിദാർ എൻ്റെ മോഡൽ പോലെ വേറെ ആരുടെ കയ്യിൽ ഉണ്ടായില്ല. പക്ഷെ എനിക്ക് ഇടാൻ മടിയായിട്ട് ഞാൻ വെക്കുമ്പോൾ പിന്നെയാണ് ആ ഒരു മോഡൽ പുറത്ത് വരുന്നത്. പിന്നെ അല്ലെങ്കിൽ ഞാൻ ഇടാൻ തുടങ്ങും, എല്ലാവരും ചോദിക്കുകയും ചെയ്യും എവിടെ നിന്നാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾക്ക് കൂടി എൻ്റെ പുതിയതൊന്നുമല്ല, ഞാൻ ഇട്ടത് തന്നെയാണ് കുറേ വർഷങ്ങളായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് തയ്യലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. ഇത് അറിയുന്നവർ എന്നോട് ക്ഷമിക്കുക, അറിയാത്തവർ ഒരുപാട് പേരുണ്ട്, ബിഗിനേഴ്സായിട്ടുള്ളവരും സമയം കിട്ടാത്തതും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എപ്പോഴും ഈസി ആയിരിക്കും, എന്നാൽ ഭംഗിയും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഐഡിയ വരുമ്പോൾ പെട്ടെന്ന് പോയി ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിംപിളി സലീമ മൈ ഐഡിയ എന്ന ചാനലാണ്. മൈ നെയിം ഈസ് സലീമ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഇന്ന് ഞാനൊരു പ്രത്യേകത, എൻ്റെ മകൻ്റെ കല്യാണത്തിന് അവൻ എനിക്ക് മൈലാഞ്ചിക്ക് എടുത്ത് തന്ന ഒരു ചുരിദാറാണ്. അപ്പോൾ ഒരു 9 വർഷം ആയിട്ടുണ്ട്, 9 വർഷം കഴിഞ്ഞു. ആ ചുരിദാറാണ് ഫസ്റ്റ് കാണിക്കുന്നത്. എപ്പോഴും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ബിഗ് ബസാറിൽ നിന്ന് എടുത്തതാണ്. ഞങ്ങൾ എന്തിനോ അവിടെ അത്യാവശ്യമായിട്ട് കല്യാണത്തിന് സാധനം വാങ്ങാൻ പോകുമ്പോൾ കയറി പോകുന്ന അവിടെ തന്നെ ഒരു മോളിൽ ഒരു മോഡലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. 2000 രൂപയോളം വന്നു, പാൻറ്റും ഷോളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ചും കൂടി മോഡേൺ വർക്കും ചെയ്തു. നല്ല കോട്ടണാണ്. അപ്പോൾ അതിൻ്റെ പാൻറ്റും ഷോളും ഒക്കെ ഒരുമാതിരി നനച്ചു. എപ്പോഴും ഞാൻ യൂസ് ചെയ്യും, കോട്ടണാണ്. അപ്പോൾ അതിൻ്റെ ടോപ്പ് ഇപ്പോഴും ഉണ്ട്, പക്ഷേ അതിന് നമുക്ക് പറ്റിയ പാൻറ്റ് പിന്നെ കിട്ടുമല്ലോ. അപ്പോൾ അത് ഞാൻ എല്ലാം കൂടി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്നലെ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകൻ്റെ കല്യാണമായിരുന്നു. എനിക്കത് മിസ്സായി. അപ്പോൾ ആദ്യം തന്നെ അവർക്ക് രണ്ടുപേർക്കും ഒരു ബെസ്റ്റ് വിഷസ് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നെ അറിയുന്നവരാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അവർക്കൊരു ചോദ്യം ഉണ്ടാവും, എന്താണ് വരാത്തതെന്നുള്ളത്. അതായത് ഹസ്ബൻഡ് രാവിലെ എണീറ്റിട്ട് പറഞ്ഞു, ഇതുപോലെ എനിക്ക് കൈകാലൊക്കെ ഭയങ്കര വേദന, പനിയാണെന്ന് തോന്നുന്നു, പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകിട്ടാകുമ്പോൾ മാറുമായിരിക്കുന്നു. പക്ഷേ വരാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എല്ലാവരെയും കാണാനായിട്ട് ഞാൻ വല്ലപ്പോഴാണല്ലോ നമ്മളെല്ലാവരും തമ്മിൽ ഒത്തുകൂടുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, കരയാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ കരയുന്നില്ല. യൂട്യൂബിൽ കൂടിയൊക്കെ കരഞ്ഞു കഴിഞ്ഞാൽ മോശമല്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം എവിടെയെങ്കിലും വെച്ചൊക്കെ നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാവും, എന്താണ് വരാത്തതെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബിലൂടെ ഇത് പറയുന്നത്. അപ്പോൾ ആരാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. എന്നെ അറിയുന്നവർ കാണുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ മനസ്സിനുള്ളിൽ ഒരു ചോദ്യം ഉണ്ടാകും, എന്താണ് ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്, വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഉള്ളവർക്ക്, എന്നെ വിചാരിക്കുന്നവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്ക് നേരെ ഞാൻ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് എൻ്റെ മകൻ മൈലാഞ്ചിക്ക് എടുത്ത് തന്ന ചുരിദാറ്, കണ്ടില്ലേ? അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ ലേസൊന്നും അതിലുണ്ടായിരുന്നില്ല, വെറുതെ ഇങ്ങനെ കൈ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ മൊത്തം ഈ താഴത്തെ ലേസും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ലേസൊക്കെ ഞാൻ കൊടുത്തപ്പോൾ കണ്ടില്ല, നല്ലൊരു മോഡേണായിരിക്കുന്ന. അതുപോലെ ഈ ഒരു അൾട്രേഷനൊക്കെ ഞാൻ ചെയ്തതാണ്. ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഇത്ര മാത്രമുള്ള ലേസൊന്നും ഇല്ലാത്ത ചുരിദാറായിരുന്നു. പിന്നെ എനിക്ക് ടൈറ്റായപ്പോൾ, ഭയങ്കര ടൈറ്റായി, ഒരു 9 വർഷമായിട്ടുണ്ടാവുമല്ലോ. ടൈറ്റായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കട്ട് ചെയ്തു. ഇവിടെ വേണമെങ്കിൽ ഈ 2 സൈഡും കൊടുക്കാമായിരുന്നു. ഞാനൊരു ന്യൂ മോഡലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ലേസും കൊടുത്തിട്ട് ഇവിടെ ഒരു ഷോ ബട്ടണൊക്കെ വെച്ച്, അപ്പോൾ നമുക്ക് കുറച്ച് സ്പേസ് കിട്ടി. മനസ്സിലായില്ലേ? അല്ലാന്നുണ്ടെങ്കിൽ ഈ അംബ്രല്ല കട്ടിങ് ആകുമ്പോൾ നമുക്ക് 2 സൈഡ് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ചുരിദാർ ഭയങ്കര ടൈറ്റുമായി.
ഇട്ടിട്ട് അപ്പോൾ എടുക്കുമ്പോൾ അത്ര പിരിച്ചു വിടാനൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇത് ആൾട്രേഷൻ ചെയ്തതാണ്. പിന്നെ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വൃത്തികേടായിരിക്കും. അവിടെ ഒരു ചെറിയ ലേസ് കൊടുത്ത് അങ്ങനെ ഇവിടെയും താഴെയും ലേസ് കൊടുത്ത് ഇങ്ങനെ ലേസ് കൊടുത്ത്. ലേസ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക്, ഞാൻ ആ ചുടി ബോട്ടത്തിലൊക്കെ കാണിച്ചതില്ല, ഇങ്ങനത്തെ ലേസുകൾ വാങ്ങാൻ കിട്ടും കുറഞ്ഞ വിലയ്ക്ക്. എന്നിട്ട് നമുക്കിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മോഡേൺ ലുക്കാകും. പിന്നെ ഒരു ചുരിദാർ, ഇതാണ് മകനെടുത്ത് തന്ന മൈലാഞ്ചിക്ക് എടുത്തു തന്ന, അവൻ്റെ മൈലാഞ്ചിക്ക് എടുത്തു തന്ന ചുരിദാർ. അപ്പോൾ മോഡലിൽ തന്നെ ഇട്ടിരിക്കുമ്പോൾ നല്ലൊരു മോഡേൺ ലുക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് കാണിച്ചു തരാം. പാൻറ്റ് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇതൊരു ചുരിദാറാണ്. ഇതൊരു 10 വർഷം ആയിട്ടുണ്ടാവും, 10-12 വർഷമായിട്ടുണ്ടാവും. ഈ ചുരിദാറൊക്കെ ഞാൻ തയ്ച്ചതാണ്. ഇതിൽ ഞാൻ ലേസൊക്കെ കൊടുത്ത്, ഇത് വർക്കുള്ള മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ഞാൻ തയ്ച്ചതാണ്. അപ്പോൾ ഇട്ടിട്ട് വന്നപ്പോൾ ഇതും ഞാൻ ടൈറ്റായപ്പോൾ കണ്ടില്ലേ, ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ വെൽവെറ്റിൻ്റെ ഒരു കഷ്ണം തുണി ഉണ്ടായിരുന്നു, അത് ഞാൻ 2 സൈഡും പിടിപ്പിച്ചു കൊടുത്തു കണ്ടോ. അപ്പോൾ അറിയുന്നേ ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് ഞാൻ കയ്യിലൊക്കെ ലേസ് കൊടുത്തു. ഇറക്കമൊന്നും അന്ന് മെഗാ ഇതായിരുന്നു, അപ്പോൾ കുറച്ചും കൂടി ഭംഗിയും ഇറക്കവും കിട്ടുമല്ലോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, അങ്ങനെ ചെയ്തു. പിന്നെ താഴത്ത് ഞാൻ ഇവിടെയും ഈ വെൽവെറ്റിൻ്റെ ഇവിടെയൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് നനച്ച് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് വശം നല്ല ചുരുങ്ങി. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മൊത്തം വെൽവെറ്റിൻ്റെ പീസ് കൊടുത്ത് കണ്ടില്ലേ നല്ലൊരു ചുരിദാറാക്കി, താഴെയും ലെങ്ത്ത് കൂട്ടി നല്ലൊരു ചുരിദാറാക്കി എടുത്തു. അപ്പോൾ ഇതൊക്കെ ഞാൻ ആൾട്രേഷൻ ചെയ്തതാണ്. ഇതെല്ലാം കുറേ വർഷം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇടാൻ പറ്റാതെ വരുമ്പോൾ നമുക്കിങ്ങനെയൊക്കെ ആൾട്രേഷൻ ചെയ്ത് എനിക്ക് ഈ ചുരിദാർ ഭയങ്കര ഇഷ്ടമാണ്, കാണുമ്പോൾ തന്നെ നല്ലൊരു ലുക്കാണ്. അപ്പോൾ പിന്നെ അടുത്തത് ഈ ഒരു ചുരിദാർ കണ്ടില്ലേ. ഈ ഒരു ചുരിദാർ വന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചുരിദാർ ഉള്ളിൽ ഇങ്ങനെയായിരുന്നു, ഈ തുണിയായിരുന്നു ഉള്ളിൽ ഉണ്ടോ, ഇങ്ങനത്തെ തുണിയാണ് ഉള്ളിൽ കംപ്ലീറ്റ്. അപ്പോൾ ഇതിനെ ഞാൻ എന്താ പറയുക, റെഡിമെയ്ഡ് ചുരിദാറാണ്. അപ്പോൾ ഞാൻ തിരിച്ചിട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ മുകളിൽ എൻ്റെ കയ്യിൽ നെറ്റിൻ്റെ തുണി ഉണ്ടായിരുന്നു, ഇങ്ങനെ ഷോളിൻ്റെയോ എന്തോ. അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് അഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞാനിങ്ങനെ കൊടുത്ത്, നിങ്ങൾക്കത് കുറേ വർഷമായില്ലേ, അപ്പോൾ അത് കാരണം ശരിക്കും കാണിച്ചു തരാൻ പറ്റില്ല. കൈയൊക്കെ ഞാൻ എന്ത് ചെയ്തു, ഉള്ളിൽ ഷോളിൻ്റെ തുണി കൊടുത്തിട്ട്, പഴയ ഷോളില്ല അതിൻ്റെ തുണി കൊടുത്തിട്ട് ലെങ്ത്ത് കൂട്ടി ഇങ്ങനെ തയ്ച്ചു. അതായത് ഞാൻ പറയാം, ഈ ഉള്ളിലൊക്കെ ഇത് ഇങ്ങനത്തെ ഫുള്ളും ഇങ്ങനത്തെ ഒരു നൈറ്റി പോലത്തെ ഒരു ചുരിദാറായിരുന്നു. അപ്പോൾ അതിന് ഞാനിങ്ങനെ ഒരു നെറ്റിൻ്റെ ഇത് കൊടുത്തിട്ട് താഴെ ഞാൻ ഷോളിൻ്റെ തുണിയാണ് കണ്ടോ, ഷോളിൻ്റെ തുണിയാണ്, അടിയൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ഫുള്ള് ചുരിദാർ. ഇത് മോഡേൺ ആക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കി എടുത്തു. എന്നിട്ട് താഴ്വശത്ത് ആ ഒരു ബോർഡറൊക്കെ കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയിലുള്ള ചുരിദാറാക്കി മാറ്റി. കൈക്കും ഞാൻ ഇങ്ങനെ ഒരു പീസ്, അതിൻ്റെ ഉള്ളിലത്തെ ബാക്കിയുള്ള പീസ് ഇങ്ങനെയൊക്കെ കൊടുത്തു. ഇതെൻ്റെ ഒരു ഷോളായിരുന്നു, ഷോള് വെച്ചിട്ട് അങ്ങനെ മുകളിൽ വെച്ച് ഞാൻ മേക്ക് ഓവർ ചെയ്ത് എടുത്തതാണ്. അപ്പോൾ താഴെ എന്നിട്ട് ഞാൻ ഇതുവരെ എനിക്ക് ഈ ചുരിദാർ ഉണ്ടായിരുന്നുള്ളൂ, ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ താഴെ ഞാൻ എൻ്റെ ഷോളിൻ്റെ ഒരു പീസ് കൊടുത്തിട്ട്, നമ്മൾ ഷോൾ ഇടില്ലേ ഇങ്ങനത്തെ പീസ് കൊടുത്തിട്ട് ഞാൻ ലെങ്ത്ത് കൂട്ടിയിട്ട് അടിയിലും കൊടുത്തിട്ട് ഫുള്ളായിട്ടുള്ള ഒരു ചുരിദാറാക്കി മാറ്റിയതാണ്. അപ്പോൾ കണ്ടില്ലേ, നല്ല മോഡേൺ ആയിട്ടുള്ള ഒരു ചുരിദാർ കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നമുക്ക് എന്താ പറയുക, കുറേ കഴിയുമ്പോഴേക്കും നമുക്ക് ഇടാൻ പറ്റാതെയൊക്കെ വരുന്ന ചുരിദാർ ഇങ്ങനെയൊക്കെ നമുക്ക് ആൾട്രേഷൻ ചെയ്ത് മോഡേൺ ആക്കി എടുക്കാം എന്നുള്ളതാണ് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. കളയേണ്ടി വരില്ല. ഇതൊക്കെ ഒരു 9 വർഷമായിട്ടുണ്ടാവും, ഇത് 10-12 വർഷമായിട്ടുണ്ടാവും, ഇതൊരു 10 വർഷമായിട്ടുണ്ടാവും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അരികിലൊക്കെ നമുക്ക് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ, പിരിച്ച് കഴിഞ്ഞിട്ടും ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പീസ് കൊടുക്കാം.
അത് ഞാൻ വേറൊരു കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാനിത് ഇങ്ങനത്തെ ടോപ്പുകളിലൊക്കെ കണ്ടില്ലേ ലേസ് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ, ഇതൊക്കെ വീട്ടിലിടുന്ന ടോപ്പാണ്. അതിനെ ഞാൻ ലെങ്ത്ത് കൂട്ടി, കൈക്കുമൊക്കെ ലെങ്ത്ത് കൂട്ടി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ലേസുകൾ വെച്ചിട്ട്. അപ്പോൾ ഓക്കെ, ബൈ.